പോകുന്ന ഏറ്റവും കടുത്ത ഒരു പോരാട്ടത്തിന് കടുത്തുരുത്തി വേദിയാകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ജോസ് കെ മാണിയും മോൻസ് ജോസഫും കേരള കോൺഗ്രസ് തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് പലതവണ വേദിയായിട്ടുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി. അവിടെ ജോസ് കെ മാണിയും നിലവിലെ MLA മോൻസ് ജോസഫും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിന് വേദി ഒരുങ്ങുകയാണ്. 11 പഞ്ചായത്തുകളിൽ മിക്ക പഞ്ചായത്തുകളിലും, അത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ വെറും കൺവെൻഷനുകളല്ല, കുടുംബ സംഗമങ്ങൾ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെയാണ് ജോസ് കെ മാണി തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് സ്ഥിരമായിട്ട് കടുത്തുരുത്തി മണ്ഡലത്തിൽ കണ്ടുവരികയാണ്. അരുൺ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ ശ്രദ്ധ ഊന്നിക്കഴിഞ്ഞു, അവിടെ മത്സരിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനിടെ ഈ വന്യജീവി പ്രശ്നവും അതുപോലെ തന്നെ തെരുവുനായ പ്രശ്നവും ഉന്നയിച്ചുകൊണ്ട് ജോസ് കെ മാണി നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് CPM-ന് മേലുള്ള ഒരു സമ്മർദ്ദം കൂടിയല്ലേ? എന്തായാലും LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറയുകയും കടുത്തുരുത്തിയിൽ പ്രചാരണം തുടങ്ങുക പോലും ചെയ്ത ഈ സ്ഥിതിക്ക് മുന്നണി മാറുവാനുള്ള എന്തായാലും നീക്കമില്ലല്ലോ. പക്ഷേ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു ഒറ്റ സമ്മർദ്ദമല്ലേ അവിടെയുള്ളത്? അത് CPM-നും അറിയാമല്ലോ. പക്ഷേ CPM ഇവിടെ ജോസ് കെ മാണിക്ക് വഴങ്ങുവാൻ തന്നെയല്ലേ, ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങുവാൻ തന്നെയല്ലേ സാധ്യത കൂടുതലുള്ളത്? കാരണം UDF അപ്പുറത്ത് വല വീശുകയാണ് ശക്തമായിട്ട് കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് ജോസ് കെ മാണിയുടെ ഈ സമ്മർദ്ദ നീക്കത്തിന് പിന്നിൽ. ഒന്ന്, ഇടതുമുന്നത്തിന് അവർ ഉറച്ചു നിൽക്കും. പക്ഷേ ഉറച്ചു നിൽക്കുമ്പോഴും അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് മലയോര മേഖലയിലെ ക്രൈസ്തവ വോട്ടുകളാണ്. അങ്ങനെ ആ വോട്ടുകൾ നിലനിർത്തണമെങ്കിൽ അത് കോൺഗ്രസിലേക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിലേക്കും ഒക്കെ പോകുന്നത് തടയണമെങ്കിൽ, പ്രത്യേകിച്ചും അവിടെ രണ്ടുപേരും മാത്രമല്ല ഇപ്പോൾ അവർക്കൊരു എതിരാളിയായി ഉള്ളത്, BJP-യും വളരെ ശക്തമായി തന്നെ ഈ ക്രൈസ്തവ മേഖലയിൽ കണ്ണുവച്ചിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിലടക്കം അത്തരം വോട്ടുകൾ BJP-യും ലക്ഷ്യമിടുന്നു. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുക എന്ന വലിയ വെല്ലുവിളി ജോസ് കെ മാണിക്കും പാർട്ടിക്കും മുന്നിലുണ്ട്. അതുകൊണ്ട് അവർ അതിനേറ്റവും വേണമെന്ന് അവർ കരുതുന്നത് പ്രത്യേകിച്ചും ഈ ഒരു മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ ഉള്ള ശക്തമായ ഇടപെടലുകളാണ്. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സമ്മർദ്ദ ശക്തിയായി കൂടിയാണ് കേരള കോൺഗ്രസ് ഇടതുപക്ഷം നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷത്ത് ഇപ്പോൾ നിൽക്കുന്നു എന്ന ചോദ്യം, സ്വാഭാവികമായും ക്രൈസ്തവ സഭാ നേതൃത്വമൊക്കെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരല്ല, അവർ കോൺഗ്രസിനോട് കുറച്ചുകൂടി രാഷ്ട്രീയ ചായ്വ് പുലർത്തുന്നവരാണ്. അങ്ങനെ അതിന് എതിർവശത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നിൽക്കുന്നു, എന്ത് നേട്ടമുണ്ടാകുന്ന ചോദ്യം സ്വാഭാവികമായും കേരള കോൺഗ്രസ് എമ്മിനെ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് തങ്ങൾ ഈ മലയോര മേഖലയുടെ അവകാശങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവരാണ്, അതിൽ ഇടതുമുന്നണി സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുന്നവരാണ്. നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം MP-മാരുടെ യോഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് വ്യക്തമായി കഴിഞ്ഞു. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമനിർമ്മാണം സർക്കാർ തുടങ്ങുകയാണ്. ഇപ്പോൾ ഒരു നിയമനിർമ്മാണം വനം വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ആ ബില്ല് വന്നേക്കാം. ഈ മലയോര മേഖലയിലെ വന്യജീവി സംഘർഷങ്ങൾ ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണം, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് കേരള കോൺഗ്രസ് എമ്മിന് വഹിക്കാനുണ്ട്. അത് അല്ലെങ്കിൽ അത്തരം ഒരു ബോധ്യപ്പെടുത്തൽ അവിടുത്തെ ജനങ്ങൾക്ക് മേൽ കൊണ്ടുവരാനാണ് ജോസ് കെ മാണി ഒരു സമ്മർദ്ദതന്ത്രം ചെലുത്തുന്നത്. ഈ അതും ഈ തെരുവുനായ പ്രശ്നവും അവർ ചേർത്ത് വായിക്കുന്നുമുണ്ട്. തെരുവുനായ ശല്യം വലിയ രീതിയിൽ വ്യാപിക്കുകയാണ്. നിരവധി സംഭവങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തെരുവുനായകളെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുല, തെരുവുനായകളെ പിടികൂടി വനത്തിനുള്ളിൽ വിടണം. സ്വാഭാവികമായും അതൊരു വനത്തിനുള്ളിലേക്ക് തെരുവുനായകളെ വിടുമ്പോൾ ഈ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന് കൂടി ഒരു പരിഹാരമാകുമെന്നൊരു എത്രത്തോളം ശാസ്ത്രീയമാണ്, എത്രത്തോളം പ്രായോഗികമാണെന്ന് വ്യക്തമല്ല. പക്ഷേ അത്തരം ഒരു നിർദ്ദേശം കൂടി കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ബില്ലിൻ്റെ രൂപീകരണ വേളയിലും ചർച്ചയിലുമൊക്കെ അവർ അക്കാര്യം ഉന്നയിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, രണ്ടും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഈ വിഷയത്തിലൊരു സമ്മർദ്ദതന്ത്രമായി മുന്നോട്ട് വരുന്നത്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാണ് ആവശ്യം. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഉടൻ അത്തരം ഒരു സമ്മേളനം ചേരാനുള്ള സാധ്യതയില്ല. ആര്യാടൻ ഷൗക്കത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോലും പ്രത്യേകമായൊരു സെഷൻ വിളിച്ചു ചേർക്കുകയല്ല, പകരം ഒരു മണിക്കൂർ വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് സത്യപ്രതിജ്ഞ നടത്തുകയായിരുന്നു. ഇനി സഭാ സമ്മേളനം ചേരാൻ സാധ്യത ഓണാവധിക്ക് ശേഷമാണ്. അതിനുമുമ്പ് ഒരു സഭാ സമ്മേളനം സാധ്യതയുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള അതൃപ്തി ഉണ്ടോ ഇങ്ങനെ പരസ്യമായിട്ട് ഉന്നയിച്ചതിൽ? അങ്ങനെ കാണുന്നുണ്ടോ അരുൺ? CPI-ക്ക് സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന്റെ നീക്കത്തിൽ അതൃപ്തി ഉണ്ടാകും. ഒരിക്കലുമില്ല. കേരള കോൺഗ്രസിന്റെ ആവശ്യം തീർച്ചയായിട്ടും CPM അതിൽ അതൃപ്തിയില്ല എന്ന് മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ നീക്കം ശരിയായ ദിശയിലുള്ളതെന്ന് തന്നെ CPM-ഉം കരുതുന്നു. കാരണം കേരള കോൺഗ്രസ് എമ്മിനെ വിട്ടൊരു കളിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തയ്യാറാകില്ല എന്നുള്ള ധൈര്യം അവർക്കില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണ അവർ മുന്നണിയിലേക്ക് വരുമ്പോൾ വലിയ സംശയങ്ങൾ CPI അടക്കമുണ്ട്. എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് കേരള കോൺഗ്രസ് എം വന്നാൽ? പക്ഷേ എന്താണ് നേട്ടമെന്ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്
മുതൽ വളരെ വ്യക്തമായി CPM തിരിച്ചറിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ബാലികേറാമല എന്ന CPM-ഉം ഇടതുപക്ഷവും കരുതുന്ന മണ്ഡലങ്ങളിൽ പോലും അവർക്ക് വിജയിക്കാനായി, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ സ്വാധീനം ഉണ്ടാക്കാനായി കേരള കോൺഗ്രസും ഇപ്പോൾ CPM-ന്റെ നയിക്കുന്ന മുന്നണിയുടെ ഇടതുമുന്നണി വലിയൊരു അവിഭാജ്യ ഘടകമായി തന്നെ CPM കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പിണക്കാൻ അവർ തയ്യാറാകില്ല. പ്രത്യേകിച്ചും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വലിയ തുടർഭരണത്തിലേക്ക് ലക്ഷ്യമിടുമ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസ് കൂടെ ഉണ്ടാകണം. അതിൽ ചെയ്യാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ CPM ചെയ്യും. നമുക്കറിയാം, നേരത്തെ കേരള കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് ചോദിച്ചപ്പോൾ നമ്മൾ അത് കണ്ടതാണ്. അത്തരത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് CPM, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള കോൺഗ്രസ് എമ്മിനെ കാണുന്നത്. അവരെ പിണക്കുന്ന ഒന്നും ഉണ്ടാകില്ല. അവരുടെ സമ്മർദ്ദതന്ത്രങ്ങൾ അതേപടി CPM ഒരുപക്ഷെ വകവച്ചു കൊടുക്കണമെങ്കിൽ പോലും അവരെ പിണക്കാതിരിക്കാനുള്ളൊരു കരുതൽ CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഈ മധ്യ തിരുവിതാംകൂറിൽ അവരുടെ സ്വാധീനം, അവരുടെ സാന്നിധ്യം വലിയ ആവശ്യകതയാണെന്ന് CPM തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അവരെ മുന്നണി നിർത്തിപ്പോകാൻ തന്നെയാകും CPM ശ്രമിക്കുക. മറ്റു പല ചർച്ചകളും മറ്റു ചില മുന്നണി പാർട്ടികൾ കൂടി ഇടതുമുന്നണി വിട്ടുപോകുന്ന ചർച്ചകളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനമായി CPM കാണുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ സമ്മർദ്ദതന്ത്രങ്ങൾ പൂർണ്ണമായും വഴങ്ങിയില്ലെങ്കിലും അവരെ പിണക്കുന്ന ഒരു നീക്കങ്ങൾ, നിലപാടുകൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനിടയില്ല. സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഇപ്പോൾ സജിത്ത്, നിയമസഭയിൽ പാലായ്ക്ക് പകരം കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ ഒരുങ്ങി ജോസ് കെ മാണി. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. മണ്ഡലത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് ജോസ് കെ മാണി. എല്ലാ ദിവസവും ജോസ് കെ മാണിക്ക് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പരിപാടികളുണ്ട്. 11 പഞ്ചായത്തുകളിൽ മിക്ക പഞ്ചായത്തുകളിലും ജോസ് കെ മാണി പര്യടനം നടത്തിക്കഴിഞ്ഞു. വിവിധ പരിപാടികളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബ കൺവെൻഷനുകൾ വിളിക്കുകയാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട പാലായേക്കാൾ വിജയ സാധ്യത കടുത്തുരുത്തിയിലാണെന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം നടക്കുന്നത്. കടുത്തുരുത്തി മണ്ഡലത്തിൽ സജീവമായ ജോസ് കെ മാണി പഞ്ചായത്തുകൾ തോറുമുള്ള പാർട്ടി ക്യാമ്പയിനുകൾ സജീവമാക്കുകയാണ്. കേരള കോൺഗ്രസിന് ഏറെ സംഘടന ശക്തിയുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി എന്നതാണ് വിലയിരുത്തൽ. അത് പാലായേക്കാൾ കടുത്തുരുത്തിയിൽ കൂടുതലുമാണ്. കടുത്തുരുത്തിയിലെ പ്രവർത്തകർക്ക് ജോസ് കെ മാണി മണ്ഡലമാറ്റത്തിന്റെ സൂചന ഇതിനകം പങ്കുവച്ചു കഴിഞ്ഞു. പ്രവർത്തകർ ഇതിന്റെ ആവേശത്തിലുമാണ്. അങ്ങനെ കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസിലെ കരുത്തരായ 2 പേർ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. ജോസ് കെ മാണിയും മോൻസ് ജോസഫും തമ്മിലുള്ള പോരാട്ടത്തിനാവും കടുത്തുരുത്തി വേദിയാവുക. ഇടതുമുന്നണി നേതൃത്വത്തിന് മേൽ മറ്റൊരു സമ്മർദ്ദം കൂടി ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം നടത്തുന്നുണ്ട്. വന്യജീവി തെരുവുനായ ശല്യം ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം ചേർക്കാൻ മുന്നണികൾ മത്സരിക്കുകയാണെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. ഇടതു മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന നിലപാടാണ് ഇപ്പോഴും ജോസ് കെ മാണിക്കുള്ളത്. പക്ഷേ ഇടതു മുന്നണിയിൽ തന്നെ സമ്മർദ്ദം ശക്തമാക്കി കൂടുതൽ സീറ്റുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വാങ്ങിക്കൂട്ടുക എന്നുള്ള ഉദ്ദേശവും ജോസ് കെ മാണിക്കുണ്ട്. UDF-ഉം BJP-യും കേരള കോൺഗ്രസിനെ ഒപ്പം ചേർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഇടതു മുന്നണിയിൽ നിർത്താൻ CPM-ഉം ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ കേരള കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തിയാലും അതിന് വഴങ്ങുവാനുള്ള സാധ്യതയും CPM-നുണ്ട്. വിവിധ മണ്ഡലം കൺവെൻഷനുകളിലും കുടുംബ സംഗമത്തിലും പങ്കെടുക്കുന്ന ജോസ് കെ മാണി ഇതിനൊക്കെയുള്ള സൂചനകൾ നൽകിക്കഴിഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിന് പ്രസക്തിയുള്ള ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് ജോസ് കെ മാണിയുടെ നിലപാട്. ജോസ് കെ മാണിയുടെ പ്രതികരണത്തിലേക്ക്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പൊ UDF-ന് കേരള കോൺഗ്രസ് അങ്ങോട്ട് ചെല്ലണമെന്നൊരാഗ്രഹമുണ്ട്. ഇവിടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കേരള കോൺഗ്രസ് ഇവിടെ തന്നെ നിലനിൽക്കണമെന്നൊരാഗ്രഹമുണ്ട്. BJP-ക്ക് നമ്മളങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ആഗ്രഹമുണ്ട്. മറ്റ് മുന്നണികൾ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് കേരള കോൺഗ്രസ് തന്നെയാണ്. UDF-ഉം BJP-യും വല വീശുന്നു എന്നുള്ള കാര്യം ജോസ് കെ മാണി കുടുംബ കൺവെൻഷനുകളിൽ തുറന്നു പറയുകയാണ്. അത് CPM-ന് മേലുള്ള ഒരു സമ്മർദ്ദം കൂടിയാണ്. അതിനാൽ തന്നെയാണ് മലയോര കർഷകരുടെ പ്രശ്നവും തെരുവുനായ ശല്യവും പരിഹരിക്കുന്നതിനു വേണ്ടി നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി വിവിധ മീറ്റിംഗുകളിൽ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ തന്നെയാണ് കടുത്തുരുത്തി മണ്ഡലം അദ്ദേഹം ലക്ഷ്യമിടുന്നത്. കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി മത്സരിക്കും എന്നുള്ള വ്യക്തമായ സൂചന ഇതിനകം തന്നെ പാർട്ടി അണികൾക്ക് നൽകിക്കഴിഞ്ഞു. ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് അരുൺ ചേരുന്നു, VV അരുൺ ചേരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഇക്കാര്യം വ്യക്തമാണല്ലോ, കടുത്തുരുത്തിയിലായിരിക്കും ജോസ് കെ മാണി മത്സരിക്കുക. ഇക്കാര്യം കൃത്യമായിട്ട് അണികൾക്ക് ഓരോ കൺവെൻഷനുകളിലും കുടുംബ സംഗമങ്ങളിലും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ? മിക്ക ദിവസങ്ങളിലും കടുത്തുരുത്തി മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടല്ലോ. പാലായേക്കാൾ ഇപ്പോൾ കൂടുതൽ സംഘടനാ ശക്തിയുള്ള ഒരു മണ്ഡലം കടുത്തുരുത്തിയാണ് എന്നുള്ള ഒരു പ്രതീതി ഇതിനകം തന്നെ ഉണ്ടല്ലോ കേരള കോൺഗ്രസ് എമ്മിന്.
മഞ്ജുഷ് ഗോപാൽ ഒരുപക്ഷെ ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നോക്കൂ, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാണ് കുടുംബ സംഗമങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളൊക്കെ പോകാറുള്ളത്. പക്ഷേ ഏതാണ്ട് എല്ലാ പഞ്ചായത്തിലെയും, ഇന്നലെ വെളിയന്നൂർ പഞ്ചായത്തിലായിരുന്നു, അങ്ങനെ മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ 11 പഞ്ചായത്തുകളിലും കുടുംബ സംഗമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവുമായാണ് ജോസ് കെ മാണി വിഭാഗം മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് പ്രാദേശികമായി അത്രയും താഴെ തട്ടിൽ എന്നല്ല, പക്ഷെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കുടുംബ സംഗമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 15,000 വോട്ടിനാണ് ജോസ് കെ മാണി സി കാപ്പനോട് പരാജയപ്പെട്ടത്. ഇത്തവണയും അവിടുത്തെ സാഹചര്യം അത്രയും സേഫ് ആണ് എന്ന് ജോസ് കെ മാണി കരുതുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, കൂടുതൽ ശക്തമായ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ, നേരത്തെ പാലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഈ മരങ്ങാട്ടുപള്ളിയും കടപ്പളാമറ്റം പോലെയുള്ള പല പഞ്ചായത്തുകളും കടുത്തുരുത്തിയിലാണ് ഉള്ളത്. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ അണികൾ കൂടുതലായി എമ്മിന്റെ തന്നെ അണികൾ പ്ലസ് വെളിയന്നൂർ പോലെ CPM-ന് സ്വാധീനമുള്ള പല പഞ്ചായത്തുകൾ, ഇങ്ങനെയെല്ലാം ചേർന്നാൽ വിജയം ഉറപ്പാണ് എന്ന് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും കണക്ക് കൂട്ടുന്നതായാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 2016-ൽ 42,000 വോട്ടുകളായിരുന്നു ഒരുമിച്ച് നിന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായ മോൻസ് ജോസഫിന് ലഭിച്ചത്. കഴിഞ്ഞ തവണ സ്റ്റീഫൻ ജോർജ് ആയിരുന്നിട്ട് പോലും കേവലം 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക്, അതായത് ഏതാണ്ട് 38,000 വോട്ടിന്റെ ഇടിവാണ് LDF-ലേക്ക് ഉണ്ടായത്. അതായത് അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് നഷ്ടമായത് എന്ന് കൂടി പറയുമ്പോൾ മനസ്സിലാകും അവിടെ കേരള കോൺഗ്രസ് എം വന്ന ശേഷം ഉള്ള ആ ശക്തി എന്ത് എന്നുള്ളത്. ഈ കണക്ക് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായി ഉയർന്നു വരുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ കുറേ ദിവസമായി സയൻസ് സിറ്റി കടുത്തുരുത്തിയിൽ ഫലത്തിൽ കോഴായിൽ വന്ന സമയത്ത് ആ മണ്ഡലത്തിലാണ് അതിന്റെ ജോസ് കെ മാണി കേന്ദ്ര സർക്കാരുമായൊക്കെ ഇടപെട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന നിലയിൽ ആ വികസന നായകൻ എന്ന നിലയിലുള്ള ജോസ് കെ മാണിയുടെ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി അടക്കം വേദിയിൽ വലിയ രീതിയിലാണ് അതിനൊരു പ്രചാരം നൽകുകയും ചെയ്തു. ജോസ് കെ മാണിയെ വാനോളം പുകഴ്ത്തുന്നു. ഇപ്പുറത്ത് മോൻസ് ജോസഫും ജോസ് കെ മാണിയും തമ്മിലുള്ള പോര് ഈ വിഷയത്തിൽ തന്നെ ഫലത്തിൽ ഇതിന്റെ ഒരു സ്വന്തം നേട്ടം എന്ന നിലയിൽ അവതരിപ്പിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. അതാണ് സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026-ൽ കേരള കോൺഗ്രസിലെ 2 അധികായന്മാർ എന്ന് തന്നെ നമുക്കിപ്പോൾ വിശേഷിപ്പിക്കാവുന്ന ജോസ് കെ മാണിയും മോൻസ് ജോസഫും നേരിട്ട് ഏറ്റുമുട്ടും എന്ന് തന്നെ കരുതേണ്ടി വരും. സംസ്ഥാനം